നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. നാളെ ഫിസിക്സിൻ്റെ പരീക്ഷ മാർച്ച് 1-ാം തീയതിയാണ് ഫിസിക്സിൻ്റെ പരീക്ഷ. തലേദിവസം ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു സാറേ, എല്ലാം തലേ നിൽക്കുന്നില്ല, മറന്നു പോകുന്നു. ആയിരക്കണക്കിന് വാട്സപ്പ് മെസ്സേജിലാണ് വരുന്നത്. എന്നെ ഒരിക്കലും നിങ്ങൾ ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത്, വിഷമിക്കുകയൊന്നും ചെയ്യരുത്. കാരണം ഇതൊന്നും എനിക്ക് കാണാനുള്ള സമയമില്ല. അതുകൊണ്ട് നിങ്ങളത് നോക്കിയില്ല, മറുപടി മാഷ് തന്നില്ല എന്ന് വിചാരിക്കരുത്. ഒരുപാട് മെസ്സേജ്, ഒരു മോട്ടിവേഷൻ തരാമോ, എങ്ങനെയാണ് നാളെ പരീക്ഷയ്ക്ക് എഴുതുന്നത്. 10ാം ക്ലാസ്സും +1 ഒക്കെ നമ്മൾ എഴുതിയാൽ പോലും +2 നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ ഫിസിക്സിന് പ്രത്യേകിച്ചും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് ഞാൻ ഈ പറയുന്ന വീഡിയോ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചേക്കുക. മാർക്ക് കിട്ടാനുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വളരെ കുറച്ച് സമയം മാത്രം വളരെ ശ്രദ്ധിച്ചേക്കുക. അതിനകത്ത് ഡിലീറ്റഡ് ടോപ്പിക്ക് വന്നാൽ എങ്ങനെ എഴുതാം, ഡിലീറ്റഡ് ആണോ എങ്ങനെ നമ്മൾ തിരിച്ചറിയും, അത് വലിയൊരു സംഭവമല്ലേ. അന്നേരം ഇതെല്ലാം ഇതിനെല്ലാം ഉത്തരം ഇതിനകത്തുണ്ട്. അന്നേരം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് +2 ഫിസിക്സിന് ഇപ്പോൾ നമ്മൾ കുറച്ച് ചോദ്യങ്ങളുണ്ട്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, 2 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, 3 മാർക്കുണ്ട്, 4 മാർക്കുണ്ട്, 5 മാർക്കുണ്ട്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഞാനൊരു അധ്യാപകനാണ്, വാല്യുവേഷൻ പോയിട്ടുണ്ട്, കോളേജിലൊക്കെ വാല്യുവേഷൻ പോയിട്ടുള്ള അധ്യാപകനാണ്. അന്നേരം നമുക്ക് വ്യക്തമായിട്ട് അറിയാം എങ്ങനെയാണ് ഒരു പേപ്പർ നോക്കുമ്പോൾ ഒരു അധ്യാപകൻ, എന്തൊക്കെ പറഞ്ഞാൽ അധ്യാപകർക്ക് ഒരു സൈക്കോളജി ഉണ്ട്. നമ്മളൊരു പേപ്പർ നോക്കുമ്പം ആദ്യത്തെ പേപ്പറുകളിലൊക്കെ നല്ലതുപോലെ എഴുതിയിരിക്കുകയാണ്, എന്നുവെച്ചാൽ തെറ്റുകൂടാതെ, ഒരു വെട്ട് വരുത്താതെ നല്ല വൃത്തിയായിട്ട്, ആൻസർ കറക്റ്റ് വരിക്കണം, പൊട്ടത്തരമായിരിക്കരുത്, തെറ്റ് വരുത്താതെ നല്ല വൃത്തിയായിട്ട്. അന്നേരം നിങ്ങൾ എന്ത് ചെയ്യണം, നല്ലപോലെ വൃത്തിയായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് കൃത്യമായ നമ്പർ കൊടുത്തിരിക്കണം. ആൻസർ ഷീറ്റിൽ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് കൊടുത്ത് എഴുതി നല്ല വൃത്തിയായിട്ട് ആദ്യത്തെ 2-3 ഷീറ്റ് നന്നായിട്ട് എഴുതണം. അന്നൊരു ഇംപ്രഷൻ, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ ആൻഡ് എവർ ലാസ്റ്റ് ഇംപ്രഷൻ. ഏറ്റവും നല്ല ഇംപ്രഷൻ അത് തന്നെയാണ്. പിന്നെ അങ്ങോട്ട് എഴുതി പോകുന്നത്. അന്നേരം നിങ്ങൾ അത് നോക്കുന്ന അധ്യാപകനും ഒരു വലിയ പ്ലസ് പോയിന്റാണ്. ഇങ്ങനെ നോക്കി പോകാൻ ആ അധ്യാപകനും ഭയങ്കര ഒരു കരുതൽ. അന്നേരം നിങ്ങൾ ഏറ്റവും പെർഫെക്റ്റ് എന്ന് തോന്നുന്ന, നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആദ്യം നന്നായിട്ട് എഴുതി പോവുക. 2 ഫിസിക്സ് ആണ്, ഡെറിവേഷൻസ് ആണ്. ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കുക, ഡെറിവേഷൻസ് ആണ്. ഇപ്പം ചിലപ്പോൾ 3-4 സ്റ്റെപ്പ് കഴിയുമ്പോൾ ചിലപ്പോൾ ഡെറിവേഷൻ അങ്ങ് സ്റ്റക്കായിപ്പോയി. ആ സ്റ്റക്കും പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കരുത്. അന്നേരം എപ്പോഴും നിങ്ങളൊരു ഫൈനൽ ഇക്വേഷനൂടെ ഫൈനൽ ആൻസറോടെ നിങ്ങൾ പഠിച്ച് വെച്ചിരിക്കണം. ഇപ്പം കോസ് തീറത്തിൻ്റെ ഫൈനൽ ഇക്വേഷൻ σ/2ε അല്ലെങ്കിൽ σ/ε0 അതുകൂടെ പഠിച്ച് വെച്ചിരിക്കണം. ഇടയ്ക്കെങ്ങാണ് സ്റ്റക്കായി പോകത്തില്ല എന്ന് 100% നമ്മൾ വിശ്വസിക്കും. സ്റ്റക്കായാൽ ഫൈനൽ ഉത്തരം അതിനങ്ങ് ചേർത്ത് എഴുതിയേക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ 1 മാർക്ക് കിട്ടേണ്ട സ്ഥാനത്ത് 3 മാർക്കിൻ്റെ ആണെങ്കിൽ ഇവിടെ 2 മാർക്ക് കിട്ടും, ഡബിൾ മാർക്ക് കിട്ടും. അന്നേരം അങ്ങനെ സ്റ്റക്കായി പോകരുതെന്ന് വിചാരിക്കുന്നു. സ്റ്റക്കായാൽ അവിടെ എന്ത് ചെയ്യണം, ഫൈനൽ ആൻസർ എടുത്ത് എഴുതിക്കണം. അതിനുവേണ്ടി ഒരുപാട് സമയം കളയാൻ എടുക്കരുത്. 3 പ്രോബ്ലംസ് ഒരു പ്രോബ്ലംസ് ആണ് സാർ, ഭയങ്കര ഒരു പ്രോബ്ലമാണ്. പ്രോബ്ലംസിന് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ ഒരിക്കലും വിട്ടുകളയാൻ നിൽക്കരുത്. അതിനെ നമ്മൾ ഒപ്പം നടന്ന് റെഡിയാക്കണം. എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം ചോദിക്കുകയാണ്, ഇപ്പോൾ ഉദാഹരണം എ ഡൈപോൾ ഓഫ് ലെങ്ത് ഇങ്ങനെ ചോദിക്കുന്ന ടോർക്ക് ഓഫ് മാഗ്നിറ്റ്യൂഡ്. അന്നേരം ടോർക്ക് ഡിനോട്ട് ലെറ്റർ ടോ = അല്ലെങ്കിൽ എ = ഈ തന്നിരിക്കുന്ന ലെറ്റേഴ്സ് എല്ലാം കൃത്യമായിട്ട് ഡിനോട്ട് ചെയ്യുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. കാരണം ആ എഴുതുന്നതിനെല്ലാം നിങ്ങൾക്ക് മാർക്കുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് ലാസ്റ്റ് ആൻസർ ശരിയാകുന്നതിന് തെറ്റാകുന്നതിന്. എന്തായാലും നിങ്ങൾ എല്ലാ പ്രോബ്ലവും, നിങ്ങൾക്ക് കിട്ടുന്ന പ്രോബ്ലം എല്ലാം ഏത് രീതിയിലായിക്കോട്ടെ, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, നന്നായിട്ട് എഴുതാമെങ്കിൽ നന്നായിട്ട് എഴുതുക. എന്തായാലും നിങ്ങൾ ആ തന്നിരിക്കുന്ന എല്ലാ കൃത്യമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളതും കൃത്യമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം എഴുതണം. ഇക്വേഷൻ തെറ്റിയാൽ പോലും നിങ്ങൾക്ക് മിനിമം മാർക്കെങ്കിലും ഈ പ്രോബ്ലംസിനെല്ലാം കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ മാക്സിമം നിങ്ങൾ സമയം കിട്ടുന്നില്ല, ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല, നല്ല ക്വസ്റ്റ്യൻ പറയുന്നത് സമയം കിട്ടിയില്ല, സമയം വളരെ വളരെ പെർഫെക്റ്റായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. കാരണം നമ്മൾ കൃത്യമായിട്ട് എസ്സേ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഈ പറയുന്നത് ശ്രദ്ധിക്കുക, എസ്സേ ഉണ്ടെങ്കിൽ അതിന് ഡയഗ്രം ഉണ്ടെങ്കിൽ, ഇപ്പോൾ റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം ഡയഗ്രം ഇല്ല നിങ്ങൾ എസ്സേ എഴുതിയ മാർക്ക് കിട്ടത്തില്ല. സർക്കുലർ ലൂപ്പ് ബയോട്ട് സവാർട്സിലൂടെ സർക്കുലർ ലൂപ്പിൻ്റെ പടം വരച്ചതിന് ശേഷം, ഡയഗ്രം വരച്ചതിന് ശേഷം നിങ്ങൾ എസ്സേ എഴുതിയാലേ മാർക്ക് കിട്ടും. അന്നേരം അല്ല നിങ്ങൾ ചുമ്മാ എഴുതിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അന്നേരം അത് ഡയഗ്രം ഓർത്തിരിക്കണം. ഡയഗ്രം ഉള്ളതിന് ഡയഗ്രം മസ്റ്റായിട്ടും വരച്ചിരിക്കണം. ഓക്കെ, ഇതെല്ലാം മാർക്ക് കിട്ടുന്നതിനുള്ള ഒരു കൂട്ടലാണ് ഈ കാര്യങ്ങളെല്ലാം. പിന്നെ നമുക്ക് ലാസ്റ്റ് ടെൻഷൻ, പരീക്ഷയിൽ എഴുതി കഴിഞ്ഞ ശേഷം ഒരുപാട് 10ാം ക്ലാസ്സിലും +1 നമ്മൾ അനുഭവിച്ച ടെൻഷൻ ആയിരിക്കും. എല്ലാം ഇറങ്ങി വീട്ടിൽ വന്നതിന് ശേഷം അയ്യോ അതിന് ഞങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടോ എന്നൊക്കെ ഉള്ളൂ. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, 2 മണിക്കൂറിൻ്റെ പരീക്ഷ ആണെങ്കിൽ ഒരു 1.5 മണിക്കൂർ കഴിയുമ്പം അതുവരെ എഴുതിയതല്ല, ശ്രദ്ധിച്ചേക്കുക, അതുവരെ എഴുതിയതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് മാച്ച് ചെയ്ത ആൻസറിനകത്ത് കൃത്യമായിട്ട് നമ്പർ ഇട്ടിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കിയിട്ട് 2 മിനിറ്റ് 1 മിനിറ്റ് എടുക്കത്തുള്ളൂ. പക്ഷേ അത് വ്യക്തമാക്കിയിട്ടേ ബാക്കി അങ്ങോട്ട് മുന്നോട്ട് പോകാവുള്ളൂ. കാരണം എന്നിട്ട് ലാസ്റ്റ് ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് കിട്ടുവാണെങ്കിൽ എല്ലാം ഒന്നുകൂടെ നോക്കുക, നമ്പർ കൃത്യമായിട്ടിരിക്കണം. നമ്പർ എഴുതിയില്ലെങ്കിൽ ചിലപ്പോൾ മാർക്ക്
കിട്ടാനുള്ള ചാൻസുകൾ വളരെ കുറവാണ്. ഒരു 1% ചാൻസേ ഉള്ളൂ. അത് 0% നിങ്ങൾ കൂട്ടാം. ക്വസ്റ്റ്യൻ നമ്പർ ഇതുപോലെ ആൻസർ ഷീറ്റ് കൃത്യമായിട്ട് ഇട്ടേക്കുക. അന്നേരം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമാക്കണം. നല്ല ഫൈനൽ ആൻസറൊക്കെ കിട്ടിയാൽ നല്ല വൃത്തിയായിട്ടൊരു ബോക്സൊക്കെ ആക്കാം. ബോക്സൊക്കെ ആക്കാന്ന് പറഞ്ഞാൽ വലിയ മെഴുകുതിരിയൊക്കെ വെച്ച് ബോക്സ് ആക്കണം എന്നല്ല ഞാൻ പറഞ്ഞ്, ഒരു സ്കെയിലൊക്കെ വെച്ച് നല്ല പെൻസിലോ പേനൊക്കെ വെച്ച് ബോക്സ് ആക്കി കഴിഞ്ഞാൽ അവളോട് ഒരു പെട്ടെന്ന് അധ്യാപകൻ്റെ കണ്ണ് അവിടെ വന്ന് വിടും. ഉത്തരം ശരിയായിരിക്കണം, തെറ്റാണെങ്കിൽ പണി കിട്ടുകയും ചെയ്യും. അന്നേരം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയും, പിന്നെ പലർക്കും ഇനി പഠിച്ചു തീർന്നില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന കോൺഫിഡൻസ് വേറൊരാൾ പറഞ്ഞുണ്ടാക്കുന്ന കോൺഫിഡൻസ് അല്ല. ഞാൻ എൻ്റെ മാക്സിമം പഠിക്കും. ഞങ്ങൾ രാവിലെ പരീക്ഷയ്ക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഒരു 2 മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പ് വരെ ഞങ്ങൾ പഠിക്കും. അത്രയും ഞാൻ ഓർത്തിരിക്കും എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കുക. അതൊന്നും മറന്നു പോകത്തില്ല. അല്ലാതെ വേറെ ലോകത്തൊരാൾക്കും ഈ സമയത്തൊന്നും ചെയ്യാനില്ല. നിങ്ങളിലേക്ക് ആ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണുക. നമ്മളെല്ലാം പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാര്യങ്ങളെ ശ്രദ്ധിച്ചിട്ട് വേണം ഫിസിക്സിൻ്റെ പരീക്ഷയ്ക്ക് പോകാൻ. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. ഒരു ഭാഷ എന്നുള്ള രീതിയിൽ ഈ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പ്രയോജനമാകട്ടെന്ന് വിചാരിച്ചാണ്. അന്നേരം നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.